ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ സൺഡേ ആണ്. നിങ്ങൾക്ക് ഈ ആഴ്ച നിങ്ങളിലേക്ക് വരുന്ന എനർജി എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് യൂണിവേഴ്സ് കാത്തിരിക്കുന്നത്, ഈ കാർഡുകളിലൂടെ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നിങ്ങൾക്ക് തരുന്നത് എന്നൊക്കെ നോക്കാം. കാര്യം കിട്ടിയിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് കപ്സ്, 5 of Wands, 10 of Wands, King of Swords. നമുക്കിതിനൊക്കെ ഒരു ക്ലാരിറ്റി ആയിട്ട് ഓരോ കാർഡ് കൂടി എടുക്കാം. 6 ഓഫ് പെൻറ്റക്കിൾസിന് എന്താണ് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് നോക്കിയപ്പോൾ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 2 ഓഫ് കപ്സിന് പേജ് ഓഫ് സോഡ്സ്. 5 ഓഫ് വാട്സിന് ഏതാ കിട്ടിയിരിക്കുന്നത്? ടവറാണ്. 10 ഓഫ് വാൺസിന് എന്താ കിട്ടിയിരിക്കുന്നത്? ഏസ് ഓഫ് സോഡ്സ്. കിങ് ഓഫ് സോഡ്സിന് ദ ചാരിയറ്റ്. ഇപ്പോൾ ഇതിൽ 6 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിരിക്കുന്നു. ഇതിൽ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച്, നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാനും ശ്രദ്ധ കാണിക്കുന്ന ഒരാളുടെ എനർജിയാണ്. പക്ഷെ ആൾ വളരെയധികം പെൻറ്റക്കിളിൻ്റെ ബാലൻസിങ്ങിൽ അങ്ങനെ വരവും ചെലവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറേ ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. ജഗ്ലിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എല്ലാതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഇയാളുടെ കർമ്മ ഇയാൾക്ക് ഇതായിട്ട് വരും. എന്തായാലും നിങ്ങൾ ആ ഒരു ജഗ്ലിങ് പീരീഡൊക്കെ കടന്നു പോകും. നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനും അതുപോലെ തന്നെ പണം സമ്പാദിക്കാനും എല്ലാറ്റിനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളൊരു ഗൈഡൻസാണ് കിട്ടുന്നത്. ഇവിടെ 2 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഇഷ്ടമുള്ളത് നിങ്ങളത് നിങ്ങൾ സ്വയം സമ്മതിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരോട് ആ ആളോട് പറയുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ്, ചിലപ്പോൾ നിങ്ങളുടെ വൈഫിനോടായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിനോടായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായ ഗിഫ്റ്റ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അവരുമായിട്ട് നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്ന പേജ് ഓഫ് സോഴ്സാണ്. നിങ്ങൾ വളരെയധികം കരുത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ എന്ത് തന്നെയായാലും വളരെ സക്സസ്ഫുള്ളായ ഒരു ലെവലിലേക്ക് വളരെ ചുറുചുറുക്കോടെ പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ എന്തായാലും ഇതിൽ നിങ്ങൾ അർഹിക്കുന്ന ഇതിലേക്ക് ആ ഒരു സ്നേഹബന്ധം നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു ഇതിലാണ് ഈ എനർജി കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് 5 ഓഫ് വാൺസ് ആണ്. ഒരുപാട് പേര് നിങ്ങളെ ആക്രമിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, കുടുംബക്കാരായിരിക്കാം, എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് ഒരു ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്കലായിട്ടും മെൻ്റലി ആയിട്ടും നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം ആ ഒരു റിലേഷൻഷിപ്പിന് ഇതിന് ക്ലാരിറ്റി കിട്ടിയിരിക്കുന്ന ടവറാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ ആക്രമിച്ചവർ തകർന്ന തരിപ്പണമാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും വിട്ടുകളയും എന്നുള്ള ഒരു ഇതായിരിക്കാം. അങ്ങനെ ഒരു ഗൈഡൻസാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വർത്തായി തോന്നാത്ത എല്ലാ ബന്ധങ്ങളെയും വിട്ടുകളയണം എന്നൊരു എനർജിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 10 ഓഫ് വാൺസ് വന്നിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് ഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ചുമലിലുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഇത് തോന്നുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. തീരെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ എന്ത് ചെയ്യണം? ഇത് എവിടെയെങ്കിലും കൊണ്ടുവിടണോ, അതോ ഞാൻ ഒന്നും കൂടി ഓർഡറാക്കി ഞാൻ ഇത് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്.
ഇത് ക്ലാരിറ്റി ആയിട്ടിരിക്കുന്ന ഏസ് ഓഫ് സോഴ്സ് ആണ്. നിങ്ങൾക്ക് പുതിയൊരു പാത തെളിഞ്ഞു വരും. എല്ലാവരും ക്ലാരിറ്റിക്ക് വേണ്ടി പുതിയൊരു പാത തെളിഞ്ഞു വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഭാരങ്ങൾ നിങ്ങളൊന്നുകിൽ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ വേണ്ട, എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് നോ എന്ന് പറയാനുള്ള ഒരു മനസ്സ് വരും. അങ്ങനെ ഒരു പോസിറ്റീവായി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് സോഴ്സ് നിങ്ങൾ വളരെ വളരെ പവർഫുള്ളായ ഒരു ആളാണ്. നിങ്ങൾ കമാൻഡിങ് പവറുള്ള ഒരു എന്താണ് ഫെമിനിൻ എനർജി എന്ന് പറയും. പക്ഷേ അല്ല, ഇത് കിങ് ഓഫ് സോഴ്സ് ആണല്ലേ. നിങ്ങളൊരു മസ്കുലർ ജെൻഡറിൻ്റെ ഒരു എനർജി ആണെങ്കിൽ പോലും അത് ചിലപ്പോൾ ലേഡീസ് ആയിരിക്കാം, ജെൻസ് ആയിരിക്കാം, ജെൻഡർലെസ് ആണ്. അപ്പോൾ ഇത് അങ്ങനെ ഒരു പവർഫുള്ളായുള്ള ഒരാളാണ്. അവർ കമാൻഡിങ് പവർ ഉണ്ട്, എല്ലാറ്റിനും മേലെയുണ്ട്. പക്ഷെ അതിനോട് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇത് ചാരിയറ്റാണ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ദിശാബോധം വേണം. എന്ത് ചെയ്യുന്നതായാലും നിങ്ങൾക്കതൊരു അങ്ങനൊരു ഗൈഡൻസാണ് നിങ്ങൾക്ക് തരുന്നത്. ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കമൻറ്റിങ് ചെയ്യുന്നു, മറ്റുള്ളവരുടെ ഫീലിങ്സ് നമ്മൾ അറിയാറില്ല. അതും കൂടി അറിയണം, അവർ നമ്മളുടെ കൂടെ ഇല്ലേ എന്നുള്ളൊരു ചിന്തയും കൂടി ഉണ്ടാവണം. ഇങ്ങനെ ഒരു റീഡിങ്ങാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഒരു ഉറക്ക മെസ്സേജ് കൂടി നോക്കാം. ഇന്നെന്താണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. Someone is in the middle, someone is trying to sabotage this. നിങ്ങൾക്കിടയിൽ ഒരു മൂന്നാമതൊരാൾ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിലായിരിക്കാം നിങ്ങൾക്ക് ഇടയിലേക്ക് ഒരാൾ വരാൻ ശ്രമിക്കുന്നുണ്ട്, അത് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. നിങ്ങളുടെ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ അത് തകർക്കാൻ ശ്രമിക്കുന്ന ആളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ട്, അങ്ങനെയും നിങ്ങൾ ചിന്തിക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന്, അങ്ങനെ ഒരു ഗൈഡൻസാണ് അതിൽ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ആട് കൂടി നോക്കാം നമുക്ക്. കൺഫ്യൂഷൻ. സംവൺ ഹാസ് ടു ടെൽ യു സംതിങ്. എന്തായാലും നിങ്ങളോട് ആരോ എന്തോ പറയാൻ ഒരു സമ്മതം പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ആരോ ഉണ്ട്. അങ്ങനൊരു ഇതിലേക്കാണ് വരുന്നത്. ആരോ നിങ്ങൾക്കിടയിലേക്ക് വരും, നിങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനും ചില രഹസ്യങ്ങൾ അറിയാനും നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടാവും. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റെസിനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.